നോണയൊക്കെ പറയാറുണ്ടോ? ഞാൻ ഒരു നോണയും പറയും. കുറച്ചുകൂടെ വലുതായി. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനി. ഞാൻ നീനാക്കുറും ലേറ്റ് ആയി വന്നാലും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടാണ് വരുന്നത്. റിയൽ നീനാക്കുറും. അതെ അതെ, മേക്കപ്പിട്ടോ ടച്ചപ്പ് വേണോ? ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു മേക്കപ്പ് പോയി. പോയോ? ഷോ ഞാൻ 2 ഇഞ്ച് കേസ് ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ഇന്റർവ്യൂ വന്നാലും ഡ്രസ്സ് വാങ്ങിക്കണം. ഫംഗ്ഷൻസിന് മുമ്പേ എല്ലായിടത്തും ക്യാമറയാണല്ലോ. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഇട്ട പോലെ വീണ്ടും സ്ഥലത്ത് പോലെ അടിയിലെ കമന്റ് ഇവൾ ഇത് തന്നെയാണല്ലോ അന്ന് അവിടെ ഇട്ടതെന്നൊക്കെ പറയും ആൾക്കാര്. ചേച്ചി അങ്ങനെ ഇടാറേ ഇല്ല. കഴിയുന്നതും ഞാൻ അധികം പോവാറില്ലല്ലോ. ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയാം അവർക്ക് പ്രായം നമുക്ക് തോന്നില്ല. അതുപോലെ ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാ എന്നൊക്കെ പറയണത് ശരിക്കും ചേച്ചി ഇത് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് അങ്ങനെ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണോ അതോ? ആക്ച്വലി ഐ ഡോണ്ട് ഫൈൻഡ് എനി ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഓവർ ദ ഇയേഴ്സ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മേ ബി പീപ്പിൾ ആർ എക്സ്പെക്ടിങ് മീ ടു ലുക്ക് ഓൾഡർ ദാൻ ദിസ്. ആ എക്സ്പെക്ടേഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ ഞാൻ 24 ഇയേഴ്സിന് മുമ്പുള്ള എൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കുമ്പോൾ എനിക്കറിയാം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരുപാട് പ്രായത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സർട്ടൻലി. പക്ഷേ എനിക്ക് ബേസിക്കലി ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവില്ല. അന്ന് ഞാൻ സംസാരിക്കുന്ന അതേ എനർജി ഒക്കെ എനിക്ക് ഇപ്പോഴും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും സെയിം പേഴ്സൺ ആണെന്ന്. പിന്നെ രമ്യാസി വേറൊരു കാര്യമുണ്ട്. നമ്മളെ ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുവാണെങ്കിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇതിപ്പോ അറ്റ്ലീസ്റ്റ് എവറി ഇയർ ഒരു 3 to 4 to 5 ടൈംസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും മൂവീസിലായിട്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തെവിടെയും വെച്ചിട്ട് കാണുന്നത്. ബേസിക്കലി നമുക്കൊന്നും പ്രായമാവാത്തത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ചേഞ്ച് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അത് ആക്ച്വലി കുറെ വർഷങ്ങൾക്ക് ശേഷം പണ്ട് കണ്ടൊരാൾ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും. കാണാതിരുന്ന് കാണുമ്പോൾ മാറ്റം ഉണ്ടാവും. ഓക്കെ. പക്ഷെ ചേച്ചി ഇപ്പോഴും ഇങ്ങനെ എന്താ പറയാ, മോള് പറയും അമ്മ മോളെ എനിക്ക് അന്നേ അറിയാട്ടോ, അവൾക്കൊരു പ്ലേ സ്കൂൾ പ്രായത്തിൽ മുതലേ അവളെ അറിയാം. അതൊരു തമാശ പിന്നെ പറയൂ. എന്താ പറഞ്ഞോ? അന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ മോളോട് അത് പറയാൻ പറ്റില്ല. കാരണം ഇവളോട് ആരെങ്കിലും ചോദിച്ചാൽ അമ്മയ്ക്ക് എത്ര വയസ്സെന്ന് പറഞ്ഞാൽ ഇവൾ പറയും, പുറത്ത് പറയല്ലോ. അവിടെ ഞാൻ അവളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്കന്ന് 19 വയസ്സ്. 24 ഇയേഴ്സ് ബാക്ക് ഞാൻ അവളോട് പറഞ്ഞത് എനിക്ക് 19 ഇയേഴ്സ് ആണ്. എന്നിട്ട് ഒരു ദിവസം അവളെന്നോട് ചോദിച്ചു, ഞങ്ങളുടെ വേറൊരു ആങ്കർ ഉണ്ടായിരുന്നല്ലോ ഷീബ. അപ്പൊ ഒരു ദിവസം ഷീബന്റെ വയസ്സെന്തോ ചോദിച്ചപ്പം ഷീബയ്ക്ക് എത്ര വയസ്സെന്നോ ആരോ പറഞ്ഞു 21. അപ്പൊ അവളെന്നോട് ചോദിക്കുക, ഷീബ ചേച്ചി നീനാന്നാണല്ലോ വിളിക്കുന്നത്, നീനേക്കാളും ഓൾഡർ ആണല്ലോ, പിന്നെ എന്തിനാണ് ഷീബ നീന ചേച്ചി എന്ന് വിളിക്കുന്നത്? അവിടെ ഞാൻ ഒന്ന് കുറച്ച് പതറി. ഞാൻ പറഞ്ഞു അത് കാരണം ഞാൻ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ആ സീനിയോറിറ്റി റെസ്പെക്ട് ചെയ്യാണ്. ഏജ് അല്ല മോളെ, അമ്മയ്ക്ക് ഇപ്പോഴും 19 ഇയേഴ്സ് ആയി. എത്ര നാള് കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞു പറ്റിച്ചു. പിന്നെ അവളെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ല. പക്ഷെ ഐ ഗസ് അവൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ചോദിച്ചിട്ടില്ല. പിന്നെ എന്നോ ഒരിക്കലും എന്നോട് പറഞ്ഞു, നീ എന്നോട് ചിലപ്പോ കള്ളത്തരം പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതായിരിക്കും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചില്ല. കാരണം എനിക്ക് ഈ വേദനിക്കുന്ന സത്യങ്ങൾ അറിയാൻ പാടില്ലല്ലോ. ചോദിച്ചില്ല. ഇതൊക്കെ ആയിരിക്കും മനസ്സിലുണ്ടായിരുന്നു. ഓള് വിചാരിക്കും അവൾക്ക് ഓരോ വർഷം ചെല്ലുമ്പോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ ഏജ് 1, 2, 3, 4, 5 പോകുന്നുണ്ട്. അമ്മ എല്ലാ വർഷവും 19.5. മോളെ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അത്ര. അല്ല എന്തുകൊണ്ടാ ചേച്ചി മോളെ അന്ന് മുതൽ, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ ആയിട്ട് പറയാലോ, അന്ന് മുതലേ എന്തുകൊണ്ട് അവളെ കൊണ്ട് അമ്മ എന്ന് വിളിപ്പിക്കാതെ ചേച്ചിയുടെ പേര് തന്നെയാണ് മോള് വിളിക്കുന്നത്, നീന എന്ന്? ആക്ച്വലി ഞാൻ പണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പിള്ളേർ ഓരോന്നൊക്കെ പറയല്ലോ സംസാരിക്കുമ്പോൾ. അപ്പോഴൊക്കെ എന്താണ് അമ്മ എന്ത് വിളിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ മോള് എന്നെ പേര് വിളിച്ചാൽ മതിയെന്ന്. പക്ഷെ പവിത്ര ഒരിക്കലും എന്നെ ഞാൻ പറഞ്ഞിട്ടല്ല വിളിച്ചത്. ഞാൻ ഇപ്പോഴും അവളോട് സംസാരിക്കുമ്പോൾ നീന പറഞ്ഞില്ലേ എന്ന് ചോദിക്കില്ല, അമ്മ പറഞ്ഞതല്ലേ എന്ന് പറയും. പക്ഷെ അവള് എനിക്കൊന്ന് എന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്ന സമയം ആയതുകൊണ്ടായിരിക്കും മമ്മി നീന എന്ന് വിളിക്കുന്നത് കേട്ടിട്ടായിരിക്കും അവൾ ഒരിക്കലും എന്നെ അമ്മന്ന് വിളിച്ചിട്ടുമില്ല.
അങ്ങനെ ഒരു ഇതില് ആയിട്ട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. വേറെ ആരുടെങ്കിലും സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. വേറെ ആരുടെ പറയുമ്പോഴും പറയാം നീന പറഞ്ഞല്ലോ എന്നേ പറയുള്ളൂ. അല്ലാതെ അവിടെ പോലും അമ്മ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചേച്ചി ഇമോഷണൽ ആയിട്ട് മോളുടെ അടുത്ത് പവിത്ര നീ ഒരു തവണ പോലും എന്നെ അമ്മ എന്നൊന്ന് വിളിക്കൂ. ഒരിക്കലും ഞങ്ങൾ ഈ 24 years ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് വി ഹാഡ് ടു ഷൂട്ട് ഇൻ മെറൈൻ ഡ്രൈവിൽ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പം അവൾക്ക് നല്ല പനി. അന്നാണ് ഞാൻ കേട്ടത് അവള് പനിച്ച് ഭ്രാന്ത് പിടിച്ചിട്ട് പറയണ അമ്മ അമ്മ. ഞാൻ ആകെ കേട്ട ഒരു അമ്മ വിളി അമ്മായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം തീരെ ശീലമില്ലാത്തൊരു വിളിയായിരുന്നു അത്. അത് ഞാൻ ഇതെന്ത് ഇവൾ ഇങ്ങനെ വിളിക്കുന്നത്, വേറെ ആളെ മാറി വിളിക്കുകയാണോ? പക്ഷെ അന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഐ എം വെരി കംഫർട്ടബിൾ ആസ് എ മദർ. ഈ വിളിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം മദർ ഡോട്ടർ രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ ജീവിച്ചു പോണത്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ചോദിക്കട്ടെ, ചേച്ചി ദേഷ്യപ്പെടുമ്പോ പവിത്ര എന്ന് വിളിക്കും, അപ്പൊ അവൾ തിരിച്ച് അമ്മയെന്നോടൊരു നീ നീന്നാണ് അവൾ തിരിച്ച് ഭയങ്കര സൈലന്റ് ആണ് ആള്. എന്റെ പകുതി പോലും വർത്തമാനം പവിത്ര പറയാത്തത് കൊണ്ട് പല കാര്യങ്ങളിലും ഞാൻ അങ്ങോട്ട് ഒച്ചിടുമ്പോൾ തിരിച്ചൊന്നും ഞാൻ കേൾക്കേണ്ടി വരാറില്ല. അതൊരു ഭാഗ്യമുണ്ട്. അപ്പൊ ഇതുവരെ അങ്ങനെ നീനാന്ന് വിളിച്ചത്. പക്ഷേ ദേഷ്യം പിടിക്കുമ്പോ ഇങ്ങനെ പറയുമ്പോ പറയും നീന അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നല്ലാതെ ഭയങ്കര റഫായിട്ട് സംസാരിക്കില്ല പവിത്ര. അതൊന്ന് കേൾക്കണായിരുന്നു നീനേ എന്ന് പറഞ്ഞു മോളൊന്ന് വിളിക്കും. എനിക്കും ആഗ്രഹമാണ് അവള് കുറച്ചും കൂടെ ഒരു എന്താ പറയാ വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളാവാൻ. പക്ഷെ അവള് വളരെ വളരെ സോഫ്റ്റ് ആൻഡ് റിലാക്സ്ഡ്. അവളുടെയും കൂടെ ആയിട്ട് ചേച്ചി നല്ല ആക്റ്റീവ് ആണ്. വളരെ അവളുടെ ആകാശം ഇടിഞ്ഞു വീഴുക പവിത്ര എന്ന് പറയാം. പവിത്ര പറയും ആണോ എന്നേ പറയുള്ളൂ. അത്ര സോഫ്റ്റ്, അത്ര കൂളാണ് എല്ലാ കാര്യത്തിലും. ആണ് ചേച്ചിയുടെ പേഷ്യൻസ് അവള് പലപ്പോഴും ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ. ചേച്ചിയുടെ വിശേഷങ്ങൾ, പവിത്ര എന്ന് പറഞ്ഞ മോളും ആ അമ്മയും മോളും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ അറിയാനായിട്ട് ചേച്ചിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ സിനിമകളിലാ ചേച്ചി ചെയ്തിരിക്കുന്നത്, എത്ര സീരിയൽസാ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ എത്ര ഇഷ്ടമുള്ളതാണ്. അപ്പം ഈ നീന കുറുപ്പിന്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകർക്ക് അറിയണമെന്ന് എന്ത് ആഗ്രഹം ഉണ്ടാവും. ചേച്ചി എന്തുകൊണ്ട് എന്നിട്ട് ഇന്റർവ്യൂസ് ഒന്നും ചേച്ചിയുടെ കാണാൻ പോലും ഇല്ല. എന്നായിരിക്കും ചേച്ചി ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവുക? രമ്യ, ഞാൻ ആക്ച്വലി ബേസിക്കലി ഞാൻ ഭയങ്കര ഷൈ പേഴ്സൺ ആണ്. അത് ആരും വിശ്വസിക്കില്ല, എനിക്കറിയാം. ഞാൻ ശരിക്കും ആക്ച്വലി ഞാൻ ഒരു ലിറ്റിൽ ഷൈ പേഴ്സൺ ആണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഐ കനോട്ട് എഫോർഡ് ടു ബി ഷൈ. അതുകൊണ്ട് ഐ ബ്രിങ് ഔട്ട് ദ എൻറ്റയർ എനർജി ഇൻസൈഡ് മീ. ആ ടോട്ടൽ എക്സ്ട്രോവേർട്ട് ആയിട്ട് ഞാൻ ബിഹേവ് ചെയ്യണം. പക്ഷെ ഞാൻ ബേസിക്കലി വെരി ഷൈ ആണ്. പിന്നെ ഇന്റർവ്യൂവിൻ്റെ കാര്യം ഒന്നും കൂടി ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നാട്ടുകാരത് ട്രോളാക്കിയിട്ട് എന്തൊക്കെയാണ് ഞാൻ കേൾക്കേണ്ടി വരിക. ഞാൻ ഇപ്പോഴും അതിലൊക്കെ ആക്ച്വലി ഇപ്പോഴല്ല, ഒരു കുറച്ച് കാലം മുമ്പേ വരെ ഞാൻ ഭയങ്കര എഫക്റ്റഡ് ആവും. കേട്ടോ എന്താ ഇവരിങ്ങനെ പറഞ്ഞത്, ഞാൻ ഇരുന്ന് നോക്കും എല്ലാം എന്തൊക്കെയാ കമന്റ്സ് നോക്കും. പിന്നെ ആരോ എന്നോട് പറഞ്ഞു കമന്റ്സ് ഒന്നും വായിക്കാൻ നിൽക്കരുത് നീന. അപ്പം നീന മൈൻഡ് ചെയ്യരുത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, കമന്റ്സ് വായിക്കാൻ എനിക്കറിയണല്ലോ എന്താ എന്നെ പറ്റി പറഞ്ഞതല്ലോ. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കും ഇത് എന്നെ കുറിച്ചിട്ടല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കുറിച്ച് ഞാൻ ആലോചിക്കും. അയാളെ കുറിച്ചുള്ള കമന്റ്സ് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ കിട്ടണം, നമുക്ക് അത് വേണം, ഇത് ഇഷ്ടപ്പെട്ട് എനിക്ക് ഇതെന്ന് ഞാൻ ഹാപ്പി ആയിട്ട് വേറെ ആളെ പറ്റി സംസാരിക്കുന്ന പോലെയുള്ള കമന്റ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സമാധാനത്തോടെ എല്ലാം വായിക്കും. പക്ഷെ ഇന്നും ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ എന്തൊക്കെ കമന്റ്സാണ് ഞാൻ പറയാം അയച്ച എനിക്ക് വേഗം അയച്ചു. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് അറിയാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ചേച്ചിനെ ഇപ്പൊ ഹേർട്ട് ചെയ്യാറേ ഇല്ല. ഇപ്പം എനിക്ക് ആക്ച്വലി റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ എവിടെയോ പോയ സമയത്ത് സംബടി ഇങ്ങനെ ആരോ ഒരു പോസ്റ്റ് ഇട്ടു. ചില ആൾക്കാർ പോസ്റ്റ് ഇടുന്നത് ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വരുമ്പോൾ അവരതിന്റെ കൂടെ ഇടുന്ന ക്യാപ്ഷൻ ഈസ് ആക്ച്വലി ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടി, കാണാൻ ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ടാണ് അവരിടുന്നത്. അപ്പൊ ആരും എന്ത് മെസ്സേജ് ഇട്ടു, അല്ല അത് ക്യാപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 16 വയസ്സുകാരിയെ പോലെ നടക്കുന്ന നീന കുറുപ്പ്. എന്റെ ഭഗവാനെ, അതിന്റെ താഴെ ഉണ്ടായിരുന്ന കമന്റ്സ് ഒന്നും പറയണ്ട രമ്യേ. ചേച്ചിക്ക് ഓർമ്മയുള്ള എന്തൊക്കെയായിരുന്നു? ഞാനത് പറഞ്ഞിട്ട് എന്നെ തന്നെ അല്ലല്ല ഞാൻ അല്ല ചേച്ചി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചേ ചോദിച്ചാലേ എനിക്ക് ചുമ്മാ അറിയാനായിട്ട്. ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുണ്ടായിരുന്നു, കാലനെ പറ്റിച്ച് നടക്കുവല്ലേന്ന്. കാലനെ പറ്റിച്ച് നടക്കുവാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ അവര് പറയുന്നത് ഞാൻ ഇതാണ്
പ്രായമാവാതെ പോലെ നടക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാലിനെ പറ്റിച്ച് നടക്കാന്നുള്ള കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ തള്ളവിളിയൊക്കെ കേൾക്കും, തള്ളയായല്ലോ, മുഖം ചുളിഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാല്, ആക്ച്വലി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് വയസ്സ് 30 ആണെന്നോ 16 ആണെന്നോ 20 ആണെന്നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് എനിക്ക് 50 വയസ്സിൽ മേലെയാണ്, ഞാൻ 60 എത്താറായിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരോടും ഓപ്പണായി പറയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്റെ കമന്റിന് ഇവരെ എന്നെ കളിയാക്കിയാല് ഓക്കെ, ആരോ പറഞ്ഞ കമന്റിന് ഞാൻ എന്തിനാ ഇത് കേൾക്കുന്നത്? അവനോട് പറയാടാ നിനക്ക് കണ്ണില്ലേ, നിനക്ക് മൂക്കില്ലേ, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിക്കുക. അതൊന്നുമല്ല ചോദിക്കുന്നത്, എന്നെയാണ് കുറ്റം പറയുന്നത്. തള്ളക്ക് സുഖിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറെ കമന്റ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം വരും. കാരണം ഞാൻ പറഞ്ഞതിനല്ലല്ലോ ഞാൻ കേൾക്കുന്നത്. ആക്ച്വലി എനിക്ക് ബേസിക്കലി എല്ലാവരോടും പറയാനുള്ളത്, എനിക്ക് ഒരുപാട് പ്രായമായിട്ട് നിങ്ങൾ ഇനി 80 വയസ്സ് തന്നെ പറഞ്ഞാൽ പോലും എനിക്ക് ഹാപ്പിയാണ്, എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ ഒരിക്കലും 16 ആവാനോ 50 താഴെ ആവാൻ പോലും ശ്രമിക്കുന്നില്ല. പ്ലീസ് എന്നെ ഇനി ട്രോൾ ചെയ്യരുത് അത് പറഞ്ഞിട്ട്. കാരണം ചേച്ചി ഇപ്പോഴും നല്ല സ്റ്റിൽ യങ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കമന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഐ തിങ്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാനൊരു സാരി മാത്രം ഇട്ടിട്ട് ഒക്കെ നടക്കണം എന്നൊക്കെ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സത്യത്തിൽ ചേച്ചിക്ക് ഗ്രേ ഹെയർ ഉണ്ടോ? പിന്നെ ഉണ്ടോ? ഇത് കാണിക്കോ? ഇതൊക്കെ കാണിക്കോ? കാണിക്കട്ടെ. എന്റെ ഭഗവാനെ രമ്യേ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഷഷ്ടിപൂർത്തി വരെ എത്താറായ ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഗ്രേ ഹെയർ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഫുൾ ഗ്രേ അല്ല. ഓഫ് കോഴ്സ് ഐ ഹാവ് ടു ഡു മൈ റൂട്ട് ടച്ചപ്സ് ഒക്കെ എനിക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളെ ഈ ഫേസിന്റെ ചുറ്റുള്ള ഏരിയാസിലൊക്കെ ഉണ്ട്. അതല്ല, ചില ആൾക്കാർക്കുണ്ട് ചേച്ചി ഹെറിഡിറ്ററി സൈഡിലാണെങ്കിൽ. ഇപ്പം എന്റെ അച്ഛന്റെ വീട്ടിൽ അവർക്കൊക്കെ ഇപ്പോഴും അതെ, വെല്ലുമ്മയ്ക്ക് 80 സംതിങ് ആയിട്ടുണ്ട്, 86 85 ആയിട്ടുള്ള വെല്ലുമ്മയുടെ ഒരൊറ്റ സ്ട്രാൻഡ് അല്ല ഗ്രേ ഹെയർ. ചില ആൾക്കാർക്ക് അങ്ങനെ പാരമ്പര്യം ഉണ്ട്. അവർക്കാണ് കൊതിയ, അവരെന്നും പോയിട്ട് എനിക്ക് ഒരു ഗ്രേ ഹെയർ എങ്കിലും വന്നിരുന്നെങ്കിൽ. രമ്യ, അവരൊക്കെ ശരിക്കും നല്ല എണ്ണ തേച്ച് കുളിയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ഒരു വർക്കിൽ നമുക്ക് എണ്ണ തേച്ച് കുളിക്കാനുള്ള ടൈം ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മതി ഒന്ന് കടന്ന് ഉറങ്ങിയാൽ മതി എന്നേ വിചാരിക്കുന്നത്. പിറ്റേ ദിവസം ഒരു ഫ്രീ ഡേ ആയിരിക്കും, നമുക്ക് അടുത്ത ഷൂട്ടിനുള്ള ഡ്രസ്സസ് പാക്ക് ചെയ്യാനും റെഡിയാക്കാനും. സോ വി റിയലി ഡോണ്ട് ഹാവ് ദ ടൈം ടു പാമ്പർ ourselves. അതാണ് സത്യം. അതുകൊണ്ടായിരിക്കണം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസും, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തുള്ള പല വെള്ളത്തിലാണ് കുളിക്കുന്നത്. അതൊക്കെ ഈ പറഞ്ഞ വല്യമ്മയൊക്കെ ചിലപ്പോൾ ഇപ്പോഴും കിണറ്റിലെ വെള്ളത്തിലായിരിക്കും കുളിക്കുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മുഴുവനും ക്ലോറിൻ കലർത്തിയ വെള്ളമാണ്. അപ്പൊ നാച്ചുറലി അതിന്റെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതായിരിക്കണം വെള്ളത്തിന്റെ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ചിലരുടെ ഹെറിഡിറ്ററി സൈഡും ഉണ്ടല്ലോ. അപ്പൊ ചേച്ചിയുടെ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ചേച്ചി ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ എല്ലാരും ഒന്ന് കേക്കട്ടെ. സത്യം പറഞ്ഞാൽ എന്റെ മോളെ കൂടെ ജീവിച്ചിട്ട് ഞാനും ടെൻഷൻ എടുക്കുന്നത് വളരെ കുറവാണ്. എടുക്കും, പക്ഷെ ആ ഒരു കുറച്ചു നേരത്തും കഴിഞ്ഞാല് ഒന്ന് നല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് വറി ചെയ്യില്ല. അത് ഈ പറഞ്ഞ പോലെ ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമാണെങ്കിലും ആ ഇനീഷ്യൽ കുറച്ച് സമയത്ത് ടിൽ ഐ ക്യാൻ സ്ലീപ്പ് ഇറ്റ് ഓഫ് ഞാൻ ടെൻസ് ആയിരിക്കും. പക്ഷെ അതിനുശേഷം ഐ എം ടോട്ടലി റിലാക്സ്ഡ്. ഐ ക്യാൻ ഒരു ഉറക്കത്തിലൂടെ ഞാനത് ഓവർകം ചെയ്തു വരും. അപ്പോൾ ടെൻഷൻ വന്ന ചേച്ചിക്ക് ഉറക്കം കിട്ടും. എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രഷ് ആയി, പിന്നെ ഐ ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. അപ്പൊ പിന്നെ ഞാൻ എന്നോട് അത് കഴിഞ്ഞ് ഞാൻ എനിക്കിപ്പോ ഞാൻ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, can I change it? I can't. So I will live with it. Just go with it. I just go with it. If I can change it, don't worry, go and do it. അത്രേ ഉള്ളൂ. അപ്പൊ സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു വറീസ് കുറവായതുകൊണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ ഇതേവരെ എൻ്റെ ലൈഫിൽ ഇതേവരെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊരു ഫേഷ്യൽ ചെയ്തിട്ടില്ല. ഐ ഹാവ് നെവർ ഡൺ എ ഫേഷ്യൽ ഇൻ മൈ ലൈഫ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പോയി പറയാൻ തയ്യാറാണ്. ഐ ഹാവ് നെവർ ഡൺ എ ഫേഷ്യൽ ഇൻ മൈ ലൈഫ്. ഞാൻ ഹെയർ സ്പാ ചെയ്തിട്ടുണ്ട്. ഈ ഹെയർ സ്പാ ചെയ്യുമ്പോൾ ഒരു ഫേഷ്യൽ മസാജ് അതിന്റെ കൂടെ അവർ ഷോൾഡർ ഒക്കെ ചെയ്യുന്നല്ലാതെ നെവർ എ ഫേഷ്യൽ ഐ ഹാവ് നെവർ ഡൺ. സോ ബട്ട് ബേസിക് അപ്പം ഞാൻ വിചാരിക്കുന്നത് പിന്നെ റിങ്കിൾസ് ഒക്കെ ഉണ്ട് രമ്യ, ആറ്റിറ്റ്യൂഡിൽ അത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഐ ഡോണ്ട് വർക്ക് ലൈക്ക് എനിക്ക് 60 വയസ്സാവാറായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നടക്കാറില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കോളേജ് സ്കൂളിൽ പഠിച്ചത്, അതിൽ 2-3 പേരൊക്കെ എന്നെക്കാൾ യങ്ങറാണ്. എനിക്ക് അവളെ കൂടെ നടക്കുമ്പോൾ ഞാൻ ഇപ്പൊ ശാന്ത പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ഷാനോട് ഞാൻ പറഞ്ഞത്, ഷാൻ നിന്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് നാണക്കേടാ, കാരണം നീ ഒരുമിച്ച് പഠിച്ചാന്ന് പറയുമ്പോൾ ഞാനൊരു തള്ളയെ പോലെ ഉണ്ടാവും, നീ ആണെച്ചാൽ ഇപ്പോഴും കാണാൻ ഒരു 30 ഇയേഴ്സിന്റെ താഴെയാണ് നിന്നെ കാണുന്നത്, ഞാൻ എപ്പോഴും അവളോട് പറയുന്നതാണ്. അപ്പം there are girls who studied with me, who are looking younger than me. നിങ്ങളുടെ ജനറേഷന്റെ എന്തോ കുഴപ്പമാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ. അപ്പം so I am not very surprised that I have this kind of
യൂത്ത് എന്ന് ഞാൻ പറഞ്ഞില്ല, ഐ മെയിൻറ്റെയിൻഡ് എന്ന് പറയാം. അതിൽ ഞാൻ സർപ്രൈസ്ഡ് അല്ല. ഐ സി എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദിസ് വേ. ഓക്കെ, അപ്പൊ ചേച്ചി തൊട്ട് മുന്നേ പറഞ്ഞു ചേച്ചി ഒരു ട്രോൾ പേടിച്ചിട്ടാണ് ഇന്റർവ്യൂസ് ഒന്നും അധികം കൊടുക്കാത്തതെന്ന്. അതാണ് നമ്മുടെ മൈൽ സ്റ്റോണിൽ എനിക്ക് തോന്നുന്നു മൈൽ സ്റ്റോൺ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ ഒരു 4-5 വർഷം എന്തല്ലേ ആയിട്ടുള്ളൂ. അതിൽ 3 കൊല്ലമായിട്ട് ഇവര് നിരന്തരം ട്രൈ ചെയ്തോണ്ടിരിക്കും. 3 years ആണോന്ന് എനിക്കല്ല, പക്ഷെ ശാന്തനു has been certainly calling me for 1 year. Last 1 year. ശാന്തന് ജോയിൻ ചെയ്ത് കറക്റ്റ് 1 year ആയിട്ടുള്ളൂ. Shantanu has been calling me. അവൻ ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം അവന് കൊടുത്ത ടാസ്ക് ആണ്, ഞങ്ങൾ 2 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ട്, നീ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് റെഡിയാക്കുക. ശാന്തനു വിളിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ അപ്പൊ വിളിച്ചപ്പം നമുക്ക് ഹാപ്പി ആണല്ലോ, ആരോ നമ്മളെ ഇപ്പോഴും ആവശ്യമുള്ള ആൾക്കാരുണ്ടല്ലോ, ഹാപ്പി ആയി. ഞാൻ പറഞ്ഞു ശാന്തനു നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെയ്യാന്ന്. അപ്പൊ നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ ശാന്തനു വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ എനിക്ക് വിഷമം തോന്നി, ശാന്തനു വീണ്ടും വിളിക്കുന്നു. അങ്ങനെ ഞാൻ ശാന്തനു വിളിച്ചിട്ട് പറഞ്ഞു, ശാന്തനു ഞാൻ കുറച്ച് ബിസിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറച്ച് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി. പിന്നെ വീണ്ടും ശാന്തനു ഒരു 1 month കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശാന്തനു ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല, ഐ വിൽ ഡു ഇറ്റ്, എനിക്ക് അങ്ങനെയാണ്, ഞാനിപ്പോൾ കുറച്ച് തടി വെച്ചിട്ട് എനിക്ക് തടി മെലിയണം എന്നൊക്കെ പറഞ്ഞ് കുറേ എക്സ്ക്യൂസസ് മാറി മാറി പറഞ്ഞു. ഐ തിങ്ക് ഒരു 1 week ബാക്ക് ഞാൻ മെന്റലി ഞാൻ റെഡി ആയി. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ആ ഒരു യൂട്യൂബിൽ കണ്ടത് 16 വയസ്സ് അത് കണ്ടപ്പം ഞാൻ വെച്ചു ഇനി ദിസ് ഐ ഹാവ് ടു സോർട്ട് ഇറ്റ് ആൻഡ് ഐ കാൻ. ഞാനിപ്പോ പോയി ലൈവ് പോയിട്ട് ഇത് പറഞ്ഞൊക്കെ സില്ലിയാണ്. സോ ഇത് ഞാൻ എന്താണെങ്കിലും സോർട്ട് ചെയ്യണം. ഞാൻ ശാന്തനുവിനെ വിളിക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാന്തനു എന്നെ വിളിക്കുന്നത്. ആൻഡ് പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത്, വേറെയും ഇതുപോലെ ചാനൽസ് വിളിക്കാനായിരുന്നു. I decided that ഇനി ഞാൻ ഇന്റർവ്യൂ കൊടുക്കുവാണെങ്കിൽ I have to first give that priority to Shantanu because he's been after me for 1 year. അവൻ എവിടെ കേൾക്കുന്നില്ലേ? ഞാൻ ശാന്തനോട് പറഞ്ഞു, I decided ഞാൻ കാരണം ഞാൻ ശാന്തനു ഇത്ര കാലത്ത് എന്നെ വിളിച്ചിട്ട് ഞാൻ വേറെ ആർക്കെയും കൊണ്ടിട്ട് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് that's not the right thing. അപ്പോൾ ഞാൻ വിചാരിച്ചു let me do it with Shantanu first. ഇനി probably I will do more interviews but it had to be Shantanu first. എനിക്ക് വയ്യ ശാന്തനു മൈൽസ്റ്റോൺ സെറ്റ് ആയി. But he's very sweet, okay? ഇപ്പൊ മാറിയിട്ട് ശാന്തനുവിന്റെ ഇന്റർവ്യൂ ആവും മാറി. ശാന്തനു is a very sweet boy. വിളിക്കുമ്പോഴൊക്കെ ഇല്ലേ എത്ര പ്രാവശ്യം ഞാൻ ഫോൺ എടുക്കാതെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ I had 16 മിസ് കോൾസ്. അന്നത്തെ വിളിയല്ല, ഓവർ ദ മന്ത് ഓർ 2 months ആയിട്ട് ശാന്തനു വിളിച്ച കോൾസിന്റെ കോൾ ലോഗ് നോക്കുമ്പോൾ 16 മിസ് കോൾസ് ആണ് ശാന്തനുവിന്റെ ഉണ്ടായിരുന്നത്. He kept on it, you know. He did not ഇതിനെ വിട്ടേക്കാ ഈ തളക്ക് പ്രാന്താന്ന് പറഞ്ഞിട്ട് അവൻ പോയില്ലല്ലോ. അവൻ he kept with me, you know. He stayed with me. അവൻ സംസാരിക്കുമ്പോ ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ ചേച്ചി തിരക്കിലാണ്, കുഴപ്പമില്ല ചേച്ചി ഞാൻ അടുത്ത മാസം അങ്ങനെയാണോ അവൻ സംസാരിച്ചോണ്ട്? എന്ത് പറഞ്ഞാലും ശാന്തനു ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല. ഓക്കെ ചേച്ചി എപ്പോഴാണ് ആവുന്ന അപ്പ എന്നോട് പറയണം. അപ്പൊ എങ്ങനെ നമ്മൾ അവനെ മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല. അയ്യോ ഹീസ് എ സ്വീറ്റ് ബോയ്. മതി ഇതൊക്കെ കേട്ടിട്ട് അവര് വേറെ ചാനലുകാര് ശാന്തനുവിനെ കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് മുറുക്കം പിടിച്ചോണോ. നമ്മ ശാന്തന എവിടെ എന്നിട്ട് ഇതൊന്നും കേട്ടില്ല, വേറെ ആളെ വിളിച്ചോണ്ടിരിക്കുക. അടുത്ത അവന് കൊടുത്ത ടാസ്ക് ആയിരുന്നു വന്നു കഴിഞ്ഞപ്പോ തന്നെ. ശരിക്കും ചേച്ചിനെ 3 years ആയിട്ട് മൈൽ സ്റ്റോൺ ട്രൈ ചെയ്യുന്നു. എനിക്ക് അതറിയാം. പക്ഷെ ശാന്തനു എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ അവന്റെ പേര് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ നോ ശാന്തനു ഹാസ് ബീൻ റിയലി ആഫ്റ്റർ മീ ഫോർ സം ടൈം. ഓക്കേ, അപ്പൊ അതെന്തായാലും ആ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് ടു ശാന്തനു. ഇന്ന് നീന ചേച്ചി ഇവിടെ ഇരിക്കുന്നതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് ആൻഡ് ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും. കാരണം അവർ കാരണമാണ് ഞാൻ ഇന്നെങ്കിലും ഇന്റർവ്യൂ കൊടുക്കണം എന്ന് വിചാരിച്ചത്. ഓക്കെ, നിങ്ങൾ അമ്മ മോൾ ആ ഒരു മദർ ഡോട്ടർ ഒരു ഇതെങ്ങനെയാ, വൈബ് എങ്ങനെയാ? ഇടയ്ക്ക് നമ്മൾ ഭയങ്കര വഴക്കൊക്കെയാണ്. തല്ലുണ്ടാക്കാറുണ്ടോ? തല്ലൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഒരേ വീട്ടില് നമ്മൾ കുറെ ദിവസമൊക്കെ എന്റെ കൂട്ടുകാരി നോക്കി ചിരിക്കണം. എത്ര ദിവസം തല്ലുണ്ടാക്കി? അത് പറയാൻ പാടില്ല. കുറച്ച് ദിവസം ഉണ്ടല്ലേ? കുറച്ച് ദിവസമൊക്കെ ചിലപ്പോ മിണ്ടാണ്ടിരിക്കും. പക്ഷെ എങ്ങനെയാണോ പറയും, സംസാരിക്കും. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പുറത്തു പോവാ, അങ്ങനെ പറയും. പക്ഷെ അവൾക്കതൊന്നുമില്ല. അവള് വളരെ കൂളായിട്ട് നീന ഫുഡ് തന്നോ എന്നൊക്കെ അവളെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. എനിക്കാ ദേഷ്യം. ഞാന് കാരണം ഇപ്പൊ കുട്ടികളോട് നമ്മൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ല, അവര് ചെയ്യൊന്നുമില്ല. അതുകൊണ്ട് അപ്പൊ എനിക്കാണ് അതിന്റെ എൻഡ് റിസൾട്ട് എന്റെ ഉള്ളിലേ കിടക്കുന്നുള്ളൂ. കാരണം ഷീ ഡസന്റ് ഡു ഇറ്റ്. അപ്പൊ എന്നെയാണ് വേദനിക്കുന്നത്. അപ്പൊ ഞാനാണ് ദേഷ്യം പിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ കുറെ ദിവസമൊക്കെ ദേഷ്യം പിടിച്ചോണ്ടിരിക്കും. എന്നിട്ട് ആര് കോംപ്രമൈസ് ചെയ്യണേ? ആരും കോംപ്രമൈസ് ചെയ്യില്ല. കുറെ കഴിയുമ്പോ എനിക്ക് മനസ്സിലാവും ഒരു കാര്യമില്ലാന്ന്.
അവളെന്തായാലും മൈൻഡ് ചെയ്യാൻ പോണില്ല. അവർക്ക് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല ചിലപ്പോ ഞാൻ മിണ്ടുന്നില്ല. അവള് അതുപോലെ മേലെ ആകാശം താഴെ ഭൂമി, താഴെ നടുവിലൊരു മീന. അപ്പൊ അവള് മൈൻഡ് ഒന്നും ചെയ്യില്ല. ഞാൻ പക്ഷെ ഭയങ്കര പ്രശ്നമാക്കും. ഓ ഇനി വേണ്ട, ഞാൻ പവിത്രോട് മിണ്ടിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേഷ്യത്തിൽ പറയുന്നത്, നീ എന്തിനെ അപ്പന്റെ വീട്ടിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കും. പോയി നിൽക്കും. അപ്പന്റെ വീട് കുറച്ച് അടുത്തന്നെ, അവിടെ 2 കിലോമീറ്റേഴ്സ് ഉള്ളിൽ. ഞാൻ ദേഷ്യം കൊടുപ്പോ ഞാൻ പറയും, എന്താ അപ്പന്റെ അടുത്ത് പോയി നിന്നോ എന്നൊക്കെ പറയും. അപ്പൊ അവള് വളരെ കൂളായിട്ട്, ഇല്ല ഞാൻ നെക്സ്റ്റ് വീക്ക് പോയിക്കോളാം. അതിനും ഒക്കെ വിലയില്ല. ഒന്നുമില്ല. ചേച്ചിക്ക് ഇനി പനിഷ്മെന്റ് ഒന്നും ഇല്ല. അത്രേ ഉള്ളൂ. നമ്മുടെ പ്രൊഡ്യൂസർ എന്താ ആദ്യമായിട്ടാണ് ഈ സാഷ്ടാംഗം അങ്ങ് ഇതായിട്ടിരിക്കുന്നു. എനിക്ക് ഒന്നും ചെയ്യാനില്ല, പനിഷ്മെന്റ് ഒന്നും ഇല്ലെന്ന്. ചേച്ചിക്ക് എന്ത് നന്നാലും പോകാൻ നേരത്തെ ഒരു ഹഗ് തരാം കേട്ടോ. അപ്പൂസിനോട് എന്താ ക്യാമറയിൽ തരണമെങ്കിൽ തരാം. ഞാൻ വേണ്ട, അങ്ങനെ വേണ്ടാന്ന് ഇത്ര ശൗര്യത്തോടെ പറഞ്ഞത് വേണ്ടാന്ന്. ഇല്ല വേണ്ടേ. എന്താ ചേച്ചി ദേഷ്യപ്പെട്ടാ ചോദിച്ച എന്തുകൊണ്ട് വേണ്ട? എന്താണ് അത് എന്നെ ഇൻസൾട്ട് ചെയ്തല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു ഹഗ് തരാന്ന് പറയുമ്പോൾ എന്താ വേണ്ടാന്ന് പറഞ്ഞത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രൊഡ്യൂസർ ഇന്നല്ലേ പരിചയപ്പെട്ടിട്ടുള്ളൂ. കോംപ്ലക്സ് ആണ് ചേച്ചി. ശാന്തനുവിനെ കുറെ പൊഴുത്തി പറഞ്ഞതിന്റെ കോംപ്ലക്സ് ആണ്. അത് ശാന്തനുവിനെ കൊടുത്താൽ മതി. ഇത്ര കോംപ്ലക്സ് അടിച്ച്. Never mind. I just joke. എന്നാലും അപ്പൂസേ കൊറേ പനിഷ്മെന്റ് ഒക്കെ കയ്യിൽ വെച്ചോണ്ട് നീന ചേച്ചിക്ക് കൂടെ തരും. എനിക്ക് ഇത് ഇഷ്ടമായി. എനിക്ക് സെഗ്മെന്റ് ഇഷ്ടമായി. വേറെ പനിഷ്മെന്റ് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടെന്ന്. ഇനി പനിഷ്മെന്റ് കൂടെ തരുമോ? ആണ്ട് ചോദിച്ചു തരും. അപ്പൂസ് പെട്ടു. അപ്പൂസ് ഞെട്ടി. ഗസ്റ്റ് ഉണ്ടോന്ന്. ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് വന്നിരുന്നിട്ട് എനിക്ക് ഇനിയും പനിഷ്മെന്റ് തരൂ, എനിക്ക് ഈ സെഗ്മെന്റ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇത്ര എക്സൈറ്റ്മെന്റോടുകൂടി ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു വാങ്ങുക. ഞങ്ങളുടെ അപ്പൂസ് ഇവിടെ തളർന്നു, ആകെ ഇതായി നിൽക്കുകയാണ്. അപ്പോ ചേച്ചി ഭയങ്കര സ്പോർട്ടി സ്പിരിറ്റിലാണ് പനിഷ്മെന്റ് ഒക്കെ ചോദിച്ചു വാങ്ങിക്കുകയും ഇതെല്ലാം ചെയ്തത്. പക്ഷെ ചേച്ചി ഇത് നമ്മുടെ ഈ പപ്പൂസ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രാങ്ക് കോള് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ചേച്ചി അത് ചെയ്തത് ശരിയായിരുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചിക്ക് എന്താ ആറ്റാല് പറ്റിക്കാൻ ഇത്ര ഇഷ്ടം? എന്നെ പ്രാങ്ക് ചെയ്യണോ? രമ്യ എന്നെ പ്രാങ്ക് ചെയ്യണോ? അതിന്റെ ഇടയില് മനസ്സിലാക്കി എന്റെ അഭിനയം തീരെ മോശമല്ല. അല്ല, അല്ലെങ്കിൽ രമ്യ എന്നോട് അങ്ങനെ ചോദിക്കില്ലല്ലോ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് ബോണ്ടിങ് അറിയാം. അപ്പൊ നമ്മള് എത്രമാത്രം ഞാൻ നെഗറ്റീവായിട്ട് രമ്യയോട് സംസാരിക്കുന്നത് യു നോ. അതിന്റെ ആ ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാല്, ആ ലൈൻ ക്രോസ് ചെയ്താൽ യു നോ ദിസ് ഇസ് നോട്ട് റൈറ്റ്. അതിലെന്തോ ഞാനത് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പ്രാങ്ക് ചെയ്യിക്കാൻ നോക്കുമായിരുന്നു. വീണ്ടും ചേച്ചിക്കിട്ട് അടുത്തൊരു പ്രാങ്ക് കൊടുക്കാൻ ഞാൻ ചീറ്റിപ്പോയി. യു ആർ ടു സ്വീറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് ചീറ്റിപ്പോയി. എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും നീന ചേച്ചിയുടെ അടുത്ത് ഇനിയിപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പം ബാക്ക് ടു ബാക്ക് ചേച്ചീന്റെ ഇന്റർവ്യൂവിനും ചോദിച്ചോണ്ട് എല്ലാരും വിളിക്കും. പക്ഷെ ആർക്കും കൊടുത്തേക്കരുത്. മൈൽ സ്റ്റോൺ വീണ്ടും വിളിക്കും. മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ഒരു ഇന്റർവ്യൂ കൊടുക്കൂ. അതും വേറെ ചാനലിൽ കൊടുക്കരുത്. ചിലപ്പോ ഇതിനകത്തൊന്നും ചേച്ചിക്ക് ഈ പറയുന്ന പോലെ മൈൽ സ്റ്റോണിനെ അടുത്ത മാസം തന്നെ വിളിക്കോ വീണ്ടും? പിന്നെ വിളിക്കില്ലേ അല്ലേ? ഇനി മൈൽ സ്റ്റോൺ ഇന്റർവ്യൂ ചേച്ചി പറയണം. മൈൽ സ്റ്റോൺ ഞാനും എന്റെ മക്കളും കൂടെ വരാം. യെസ് പറയണം ചേച്ചി. ഞാൻ മൈൽ സ്റ്റോണിന്റെ ഫാമിലി മെമ്പർ ആണ്. സോറി, ഞാൻ മൈൽ സ്റ്റോണിന് മാത്രമേ ഇന്റർവ്യൂ കൊടുക്കുള്ളൂ. അവർ ഒരുപക്ഷെ അടുത്ത മാസം എന്നെ ഇന്റർവ്യൂവിന് വിളിക്കും, അടുത്ത ഫംഗ്ഷന് വിളിക്കും. എന്റെ എല്ലാ കാര്യങ്ങളും വേറെ ചോദ്യങ്ങളായിരിക്കണല്ലോ. നമുക്ക് ഉണ്ടാക്കണം ചോദ്യങ്ങൾ. നമുക്ക് ഒരു ദിവസം ഇരിക്കാം ഇതിന് വേണ്ടിട്ട്. കാരണം അല്ലെങ്കിൽ ആൾക്കാർ ബോറടിക്കും. നമ്മുടെ അപ്പൂസിന്റെ പഞ്ച് ഡയലോഗ് എന്താണെന്നറിയോ? ഞങ്ങൾ നീനാക്കുറിപ്പിലൂടെ കാണുന്നത് ഒരു ലേഡി ധ്യാൻ ശ്രീനിവാസിനെയാണെന്ന്. ഇത്ര തഗ് ഡയലോഗ്. അതെയോ? ഞാൻ എപ്പോഴും ധ്യാന്റെ ഇന്റർവ്യൂ നോക്കിയിട്ട് ഞാനിങ്ങനെ ചിരിക്കാനത് എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇനി എന്നെ നോക്കിയിട്ട് എല്ലാരും പറയും എന്തൊക്കെയാ ഇവള് പറയുന്നത്. ഇനി ചേച്ചിനെ നമുക്ക് ഡിജിറ്റൽ അങ്ങ് വളർത്തിക്കൊണ്ടുവരും ചേച്ചി. അപ്പൊ ഞാനത് പറയട്ടെ, ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് ഗോസ് ടു ദ പേഴ്സൺ ഹൂസ് ഇന്റർവ്യൂയിങ്. കാരണം ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് യു രമ്യ. ഐ നോ യു വെരി വെൽ. ആൻഡ് ഐ കണ്ട മുതൽ അല്ലെങ്കിൽ രമ്യ എന്ന് അറിഞ്ഞ മുതൽ ഐ എം super excited about being here with you. രമ്യക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു എനിക്ക് മനസ്സിലായി. ഞാൻ വന്നപ്പോൾ തന്നെ നീന ചേച്ചിയായിരുന്നു ഇന്നത്തെ ഇന്റർവ്യൂ. വിളിച്ചിട്ട് നീ എന്താണ് എന്നോട് പറയാഞ്ഞത്? ഈ ഒക്കെ ഞാൻ കണ്ടു. ഈ തള്ളയായിരുന്നു വരുന്നത്, നീ എന്താണ് എന്നോട് പറയുന്നത്? ഞാൻ ഇന്ന് വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കണ്ടു. രമ്യക്ക് എക്സൈറ്റ്മെന്റ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പം അതാണ് ഇതിന്റെയൊക്കെ എങ്ങനെ ഞാൻ മനസ്സിലാക്കിയതല്ലേ.
ശാന്തനു എന്റെ അടുത്ത് പറഞ്ഞെന്താന്നറിയോ, നീന ചേച്ചി പറഞ്ഞത് ആരാ ഇന്റർവ്യൂ ചെയ്യുന്നത് ശാന്തനു, അപ്പം രമ്യ ചേച്ചി ഏത് രമ്യ, ഓക്കെ ഏത് എന്താ രമ്യ ചെയ്ത് ഇന്റർവ്യൂസ് ഒക്കെ എനിക്ക് രമ്യ എന്ന പേര് മാത്രം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല, സത്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് രമ്യ എന്ന് ചോദിച്ചു. അപ്പൊ ഇറ്റ് വാസ് നോട്ട് ഏത് രമ്യ എന്നല്ലായിരുന്നു, ഏത് രമ്യ. പക്ഷെ അവന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെയാ. എന്നിട്ട് ചേച്ചി ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂസ് എല്ലാം അയച്ചു കൊടുത്തു. ശാന്തനുവിനെ പറ്റി പറഞ്ഞൊക്കെ കട്ട് ചെയ്തേക്ക്. ഇത്രയ്ക്ക് കോംപ്ലിമെന്റ് ഷീ ഡസ് നോട്ട് ഡിസേർവ്. കട്ട് എഡിറ്റ്. ഓക്കേ, എനിക്ക് വയ്യ ഈ ഇന്റർവ്യൂ. ഞാൻ നീ ഇപ്പോഴും നുണയൊക്കെ പറയാറുണ്ടോ? ഞാൻ ഒരു നുണയും പറയും. കുറച്ചും കൂടി വലുതായി. എന്ത് ദീപയുടെ പണ്ടത്തിനെക്കാട്ടും ഒരു അരേഞ്ചും കൂടെ കൂടി. ചേച്ചി സത്യം പറയുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവർ സത്യമേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഈ നുണക്കുഴി വലുതായി 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 സത്യം. അതുവഴിയാണ് സത്യം. അഹോ അപ്പൂസ് എന്റെ ചെവിയിൽ ഓതിക്കൊണ്ടിരിക്കണ എന്താണെന്നറിയോ, ചേച്ചി എന്റെ പേരും പറയൂ. ഈ സാധനം എന്താ പറഞ്ഞോണ്ടെന്നറിയോ, ചേച്ചി ഇത്ര നേരം ശാന്തനെ പുകഴ്ത്തിയത്, അപ്പൊ ഇനി എന്റെ പേര് പറയൂ, അപ്പൂസ് എന്നുള്ള പേര് പറയൂ. ഇന്ന് ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എനിക്ക് അപ്പൂസിനെ കെട്ടിപ്പിടിച്ചിട്ട് പോണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൂസ്. അപ്പൂസ് ഞാൻ അഡോപ്റ്റ് ചെയ്തോട്ടെ? ഇഷ്ടമാണോ? അത്യാവശ്യം ഞാൻ സ്വത്തൊക്കെ തരാം. ഇവര് വിടില്ല ആര് വിടില്ലെന്ന്. പൊയ്ക്കോ പൊയ്ക്കോ. എന്തൊരു ഡിമാൻഡ് അപ്പൂസിനെ പൊയ്ക്കോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കൂ. അപ്പൂസറായിരുന്നു എന്റെ അപ്പൂസിന്റെ ഇൻറ്റ്യൂഷൻ ആയിരുന്നു, ചേച്ചിയുടെ ഇന്റർവ്യൂ വന്നാൽ സൂപ്പർ ഇതാവും എന്നുള്ളതെല്ലാം അപ്പൂസിന്റെ ഇൻറ്റ്യൂഷൻ ആണെന്നുള്ള രീതിയിൽ എന്റെ പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ. സത്യമാണോ? ചുമ്മാ ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ ആങ്കർ അപ്പൂസാണ് പറഞ്ഞത് വേണ്ട നമുക്ക് നിഞ്ചേച്ചനെ മാറ്റാൻ പറ്റുന്നത്. അപ്പൊ ശാന്തനുമാണ് ചേച്ചി. ഒരു മാസമൊക്കെ ശാന്തന് വിളിക്കുമ്പോ ഒരു മാസമൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വിളിക്കുന്നത്, കാരണം എനിക്ക് ആ മാസം അപ്പൂസ് നെഗറ്റീവ് അപ്പൂസ് ഇടപെട്ടാണ് അവനെ മാറ്റുന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ചു ശാന്തനുവിനെ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഒന്നുമില്ല, അവൻ പാവം പയ്യനാണ്. എനിക്ക് വയ്യ, എനിക്ക് ചിരിച്ച് എന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ്. എനിക്ക് ചിരിച്ച് എന്റെ ചുളിവൊന്നുമില്ല. പക്ഷെ ഞാൻ ചിരിക്കുമ്പോ കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. സത്യം ആക്ച്വലി ഞാൻ വളരെ ഫ്രഷ്. അങ്ങനെ ആക്കൂല, ഇത് പ്ലാൻഡ് ആയിരുന്നു. അപ്പൂസിന് ശാന്തനുവിനെ എങ്ങനെയെങ്കിലും വില്ലനാക്കി അപ്പൂസിനെ നായകനാക്കണം. ഞാൻ ആക്കൂല. അപ്പൂസിനെ അങ്ങോട്ട് എടുത്ത് പോകുമ്പോ കൊണ്ടോക്കോ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് കഴിഞ്ഞു ഇന്നത്തെ. ഇനിയിപ്പോ എന്താണ് ഈ ഡ്രസ് എനിക്ക് വേറെ എവിടെ ഇടാൻ പറ്റില്ല. മാക്സിമം യൂസേജ് നമുക്ക് ഒരു 5-6 എപ്പിസോഡിൽ ഇത് നാറി നശിച്ചിട്ട് കളയാൻ എന്റെ അവസ്ഥയാവട്ടെ. ഒരു 3-4 എപ്പിസോഡ്സ് കൂടെ ഞാൻ ഇതേ ഡ്രസ് ഇട്ടിട്ട് വരാം. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ പുതിയ ചോദ്യം. കാരണം എന്താണെങ്കിലും ഇതിപ്പോ മത്സരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ ഇടാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞു. എനിക്ക് ഡ്രസ് വാങ്ങിച്ച് നമ്മൾ മനുഷ്യർ സത്യം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡ്രസ് വാങ്ങിച്ച് ഇന്റർവ്യൂ വന്നാലും ഡ്രസ് വാങ്ങിക്കണം. ഫംഗ്ഷൻസിന് മുമ്പേ എല്ലായിടത്തും ക്യാമറയാണല്ലോ. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഇട്ട പോലെ വീണ്ടും സ്ഥലത്ത് അടിയിലെ കമന്റ് ഇവൾ ഇത് തന്നെയാണല്ലോ അന്ന് അവിടെ ഇട്ടതെന്നൊക്കെ പറയും ആൾക്കാര്. ചേച്ചി അങ്ങനെ ഇടാറേ ഇല്ല. കഴിയുന്നതും ഞാൻ അധികം പോവാറില്ലല്ലോ. അതുകൊണ്ട് റിപ്പീറ്റിന്റെ ആവശ്യം മുതൽ വന്നിട്ടില്ല. പക്ഷെ ഇനി മുതൽ വരേണ്ടി വരുമായിരിക്കും. ഇതിനൊന്ന് രക്ഷിക്കൂ. ഇത് ഇഷ്ടമുള്ളതാ. ഇതിനൊരു 3 ഇന്റർവ്യൂ കൂടെ തരണം. 3 എപ്പിസോഡ്സ്. എനിക്കിന്ന് വാക്കിട്ട് തന്നിട്ട് വേണം പോൺ. ഒള്ളി ഞങ്ങളുടെ മൈൽ സ്റ്റോൺ ഫാമിലി, നമുക്ക് കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ചേച്ചി. നമ്മുടെ മൈൽ സ്റ്റോൺ ഫാമിലി മെമ്പർ അവർ ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മൈൽ സ്റ്റോൺ ത്രൂ മാത്രമേ അവർ കൊടുക്കുള്ളൂ. എനിക്ക് മൈൽ സ്റ്റോൺ മാത്രം എനിക്ക് രമ്യനും വേണം, അപ്പൂനും വേണം, ശാന്തനും വേണം. ഞങ്ങള് മൊത്തത്തിൽ അങ്ങ് എടുത്ത് കട്ടൊക്കെ കെട്ടി നിൽക്കാം. അതെ, ചേച്ചി ഈ ഒരു ഇത്ര വൈബിലുള്ള ആളാന്ന് ശരിക്കും പ്രേക്ഷകര് ഈ സീരിയസ് ആയിട്ടും കുശുബിത്തരായിട്ടുള്ള അമ്മയും ഇങ്ങനെയൊക്കെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന കണ്ടിട്ട് എല്ലാരും നീന കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വിചാരിച്ചിരിക്കുകയാണ്. ദ റിയൽ നീന കുറുപ്പ് എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? ഇനിയും കൂടുതൽ മനസ്സിലാക്കാൻ കിടക്കുന്നുള്ളൂ. റിയൽ നീന കുറുപ്പ്. അതെ അതെ, മേക്കപ്പിട്ടോ ടച്ചപ്പ് വേണോ? പോയോ?
ഷോ ഞാൻ 2 ഇഞ്ച് കേക്ക് ഇട്ടതായിരുന്നു. അതെ, അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചപ്പോ പോയി. ഒരു 5 ലെയർ ഇട്ടോളൂ കേട്ടോ. രമ്യ, നീ ചിരിക്കുമ്പോ മുഖം പൊത്താതെ. നീ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്. മുഖം പൊത്തിക്കഴിഞ്ഞാൽ കാണില്ല, ക്യാമറയിൽ കൈ വരില്ലോ. എന്ത് ചെയ്യുമ്പോഴും മുഖം കാണിച്ച് ചെയ്യണം. ചിരിക്കണം അല്ലേ? എന്റെ ഈ ചിരി കണ്ട ആൾക്കാർ ഓതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. രമ്യയുടെ ഡാസ്ലിംഗ് സ്മൈൽ എത്ര വർഷങ്ങളായിട്ടാണിത്. ചേച്ചി ഒരു പഞ്ച് ഡയലോഗിൽ നമുക്ക് ഇന്റർവ്യൂ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. പഞ്ച് ഡയലോഗ് എന്താണെന്നറിയോ? ചേച്ചി എത്രയോ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂ ടോക്ക് ഓഫ് ദ ടൗൺ ആവട്ടെ. അപ്പൊ ചേച്ചി പഞ്ച് ഡയലോഗ്, ഞാൻ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടാ വരുവേ. അത് പറഞ്ഞല്ലേ? അത് പറ. ലേറ്റ് ആയി വന്നാലും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടാ വരുവേ. അതാണ് നീനാക്കുറിപ്പ് എന്നുള്ള പേരും പറയണ്ടേ? സ്ലോ കുറച്ചുകൂടെ. ഓക്കെ. നീനാക്കുറിപ്പ് ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടാ വരുവേ. അങ്ങനെ. ഓക്കെ. ആറ്റിറ്റ്യൂഡ് വേണ്ട. ആറ്റിറ്റ്യൂഡ്. ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു കളഞ്ഞേക്കരുത്. ആറ്റിറ്റ്യൂഡ് വന്നാ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ അതൊരു പുച്ച ചിരിയൊക്കെ. നീനാക്കുറുപ്പ് അവള് ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് താൻ വരും. ഓർഡർ പൊന്തിയില്ല. ഞാൻ നീനാക്കുറുപ്പ് ലേറ്റ് ആയി വന്നാലും ഞാൻ ലേറ്റസ്റ്റ് ആയി താൻ വരുവേ. വാച്ച് ഇറ്റ്. ഒരു മിനിറ്റ്, എന്റെ ഒരു എങ്ങനെയുണ്ട്? എനിക്ക് അറിയില്ല ഇത് അറിയുന്ന വളരെ ചുരുക്കം പെണ്ണുങ്ങളേ ഉള്ളൂ. അവരൊക്കെ സൂപ്പർ അതിനെ പോലെ. ഒന്നുകൂടെ വെച്ച അപ്പൊ ഇനി മൈൽ സ്റ്റോണിന്റെ എല്ലാ ബാക്ക് ടു ബാക്ക് ഇന്റർവ്യൂസും നമ്മുടെ ഇവന്റ്സ്, നമ്മുടെ ഷോസ് ആരും ഇന്റർവ്യൂ ചെയ്ത് എന്നെ മാത്രം ഇന്റർവ്യൂ ചെയ്താൽ മതി. നമുക്ക് മൈൽ സ്റ്റോൺ വൈറലാക്കാം. ഇതിൽ കൂടുതൽ വൈറലാക്കാം. ഇപ്പൊ ഉള്ളത് വൈറലിൽ കൂടുതൽ വൈറൽ. അപ്പൊ എനിക്ക് ഹഗ് എവിടെയാണ് കറക്റ്റ് പോയിന്റ്? ഇത് ഈ ക്യാമറ. ഓക്കെ. ശരി.